ഹായ്, എല്ലാവർക്കും മീനുട്ടി സ്റ്റോറീസിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ കഥ എന്താണെന്ന് അറിഞ്ഞാലോ? കഥ കേട്ടുകഴിഞ്ഞത് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പൊ നമുക്ക് കഥയിലേക്ക് പോകാം അല്ലേ? 22-കാരിയായ ചേട്ടന്റെ ഭാര്യയെ നീന്തൽ പഠിപ്പിച്ച് പറ്റുന്ന പോലെ മുതലാക്കിയപ്പോഴാണ് എങ്ങോട്ടും ഒരു ചായ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. അങ്ങനെ എന്റെ 20-ാം വയസ്സിൽ എനിക്ക് എല്ലാം അനുഭവിക്കാൻ കിട്ടിയ സമയം. നീന്തൽ പഠിപ്പിക്കുന്ന സമയം 36 സൈസ് മാറുകൾ എപ്പോഴും എന്റെ കൈയുടെ ഉള്ളിൽ തന്നെയായിരുന്നു. എന്റെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത ആദ്യ അനുഭവം അതുതന്നെയായിരുന്നു. ഇനി ഞാൻ എന്നെപ്പറ്റി പറയാം. എന്റെ പേര് അജി. എനിക്ക് വയസ്സ് 20ആയി. എന്റെ വീട്ടിൽ അച്ഛനും അമ്മയും ചേട്ടനും ചേട്ടന്റെ ഭാര്യയുമാണുള്ളത്. ഞാനിപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്നു. ചേട്ടന്റെ കല്യാണം കഴിഞ്ഞ് അധികമൊന്നും ആയില്ല. ഏകദേശം 2 മാസം ആയതുള്ളൂ. ചേട്ടന്റെ ഭാര്യയുടെ പേര് റോസ് എന്നാണ്. റോസുമായിട്ട് നല്ല കൂട്ടാണ്. ഒരു ദിവസം കാടുവെട്ടി തെളിക്കുന്നതിനിടയിൽ ചേട്ടത്തിയുടെ കണ്ണിൽ കരടുപോയി. ആ സമയം ഞാൻ അടുത്തു നിൽക്കുകയായിരുന്നു. പെട്ടെന്നെന്നെ വിളിച്ചിട്ട് കണ്ണിലൂതാൻ പറഞ്ഞു. ചേട്ടത്തി കണ്ണുകൾ അടച്ചു നിൽക്കുകയാണ്. ആ സമയം ഞാൻ ഓടിച്ചെന്ന് ഊതാൻ തുടങ്ങിയതും പെട്ടെന്ന് ഞാൻ താഴേക്ക് നോക്കി. അപ്പോഴാണ് ചേട്ടത്തിയുടെ ചുരിദാറിന്റെ കഴുത്ത് നന്നായി ഇറങ്ങിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അകത്തുള്ള മാറുകൾ എനിക്ക് നന്നായി കാണാമായിരുന്നു. ചുവന്ന ബ്രായിൽ തിങ്ങിക്കിടക്കുന്ന മാറുകൾ കണ്ട് ഞാൻ നോക്കി നിന്നുപോയി. കണ്ണടച്ചു നിൽക്കുന്ന ചേട്ടത്തി മറ്റേ കണ്ണു തുറന്നു നോക്കിയതും ചേട്ടത്തിയുടെ മാറിലേക്ക് നോക്കി നിൽക്കുന്ന എന്നെ കണ്ട് ഞെട്ടി. പെട്ടെന്ന് ഞാൻ കണ്ണുകൾ അവിടെ നിന്ന് മാറ്റിയിട്ട് ചേട്ടത്തിയുടെ കണ്ണുകൾ ഊതിക്കൊടുത്തു. അന്നത്തെ ആ കാഴ്ച എന്നെ ഒരുപാട് കൊതിപ്പിച്ചു. പിന്നീട് ഒളിച്ചും പാത്തുമൊക്കെ ഞാൻ ചേട്ടത്തിയെ നോക്കാൻ തുടങ്ങി. നല്ല തൂവെള്ള നിറമാണ്. നല്ല മത്തങ്ങ പോലെയുള്ള മാറുകളാണ്. 2 മത്തങ്ങ മാറുകളും എപ്പോഴും ബ്രാക്ക് പുറത്തേക്ക് ചാടി ചുരിദാറിന്റെ ഉള്ളിൽ തിങ്ങിയാണ് എപ്പോഴും ഇരിക്കുന്നത്. നല്ല വട്ടമുഖവും കട്ടിത്തലമുടിയും എല്ലാം തികഞ്ഞ കൊച്ചു സുന്ദരിയാണ് എന്റെ ചേട്ടത്തി. പിന്നീടാണ് ഞാനതൊക്കെ ശ്രദ്ധിക്കുന്നത്. ഒരു ദിവസം ഞങ്ങൾ എല്ലാവരും കൂടി TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോഴാണ് അമ്മയുടെ തറവാട്ടിൽ നിന്ന് അമ്മാവൻ വിളിക്കുന്നത്. അവര് പുതിയ വീട് വെച്ചു. അതിന് ചെറിയ ആഘോഷം അതിനുവേണ്ടി വിളിച്ചു. അപ്പയുടെ തറവാടെന്ന് പറയുമ്പോൾ കോഴിക്കോടാണ്. അത്രക്ക് ദൂരെ ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയാൽ ഒരാഴ്ചയെങ്കിലും നിന്നിട്ടാണ് വീട്ടിലേക്ക് സാധാരണ തിരിച്ചു വരാറ്. അങ്ങനെ അടുത്ത മാസം ആദ്യത്തോടെ തറവാട്ടിലേക്ക് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ അന്നത്തെ ദിവസം ഞാനും അച്ഛനും അമ്മയും ചേട്ടനും ചേട്ടത്തിയും എല്ലാവരും കൂടി കോഴിക്കോട് പോയി. അവിടെ വീടെത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടിപ്പോയി. പഴമ പോകാതെ തന്നെ അമ്മാവൻ വീട് പണിവെച്ചിരിക്കുന്നു. വീടിന് പടിപ്പുരയൊക്കെയുണ്ട്. വീടിന്റെ സൈഡിലായി കുട്ടികൾക്ക് വരെ നീന്താൻ പാകത്തിന് ഒരു കുളവുമുണ്ട്. ഞാൻ നോക്കുമ്പോൾ അവിടെ അടുത്തുള്ള കുട്ടികളൊക്കെ ചാടി നീന്തുകയാണ്. ഞാൻ ചേട്ടത്തിയെ നോക്കിയപ്പോൾ അവരൊക്കെ നീന്തുന്നത് കണ്ട് കൊതിച്ചു നിൽക്കുകയാണ് ചേട്ടത്തി. ഞാൻ പെട്ടെന്ന് ചേട്ടത്തിയോട് "നീ എന്താ പോകുന്നില്ലേ?" എന്ന് ചോദിച്ചതും ചേട്ടൻ പറഞ്ഞു, "ഒന്ന് പോടാ, വെള്ളം കണ്ടാൽ പേടിയുള്ളവളാണ് ഇവൾ ഇനി ഈ വെള്ളത്തിൽ ചാടുന്നത്" എന്ന് പറഞ്ഞതും മുഖം വാടിക്കൊണ്ട് ചേട്ടത്തി അകത്തേക്ക് പോയി. അങ്ങനെ ആ ദിവസം ഞങ്ങൾ എല്ലാവരും അടിച്ചുപൊളിച്ചു നിന്നു. പിറ്റേ ദിവസം ഉച്ചയായപ്പോൾ വീട്ടിലുള്ള എല്ലാവരും കൂടി കുടുംബക്ഷേത്രത്തിൽ പോയി. ആ സമയം അവിടെ കുറച്ചു കുട്ടികളും ഞാനും ചേട്ടത്തിയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ പുറത്തു പോയതായിരുന്നു. ഞാൻ പോയിട്ട് വീട്ടിലേക്ക് വന്നതും അകത്തുനിന്ന് കുട്ടികൾ ചിരിക്കുന്നതായി കേൾക്കാം. ഞാൻ പെട്ടെന്ന് അവിടേക്ക് ചെന്നു. അവിടെ ചേട്ടത്തി എന്തോ പുസ്തകം വായിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് മുറിയിലേക്ക് ചെന്നതും നല്ല തടിച്ചു കൊഴുത്തിരിക്കുന്ന തുടയൊക്കെ കാണിച്ച് കട്ടിലിൽ മലർന്നു കിടക്കുന്നതായിരുന്നു കണ്ടത്. എന്നെ കണ്ടതും പതിയെ എഴുന്നേറ്റു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഒരു ലുങ്കി ഇട്ടിരിക്കുകയാണ്. അതും ചെറിയൊരു പാവാടിയുമാണ്. ബനിയൻ ഇറങ്ങിയതായാൽ കൊണ്ട് തന്നെ മാറിറങ്ങിയാണ് ഇരിക്കുന്നത്. അകത്തിട്ടിരിക്കുന്ന കറുത്ത ബ്രായൊക്കെ നന്നായി തെളിഞ്ഞു കാണാം. ഞാൻ എല്ലാം അടിമുടി ഒന്ന് നോക്കി. ആ സമയം ചേട്ടത്തി എന്നോട് "ഫ്രീ ആണോ?" എന്ന് ചോദിച്ചു. അതെന്റെ ഹൃദയത്തിലാണ് തട്ടിയത്. "അതെ, എന്താ?" ഞാൻ ചോദിച്ചു. അതു പിന്നെ അവരെല്ലാവരും അമ്പലത്തിൽ പോയി. ഇനിയിപ്പോ 2 മണിക്കൂർ കഴിഞ്ഞാണ് വരികയുള്ളൂ. എന്റെ ചേട്ടത്തി കാര്യം പറ, ഞാൻ ചോദിച്ചു. അതു പിന്നെ എനിക്കും നീന്താൻ കൊതിയുണ്ട്. എന്നെ ഒന്ന് പഠിപ്പിക്കുമോ? ആ ചോദ്യം കേട്ടതും എന്നിലെല്ലാം തകർന്നുപോയി. എന്തായാലും തൊടാതെ ഒന്നും പഠിപ്പിക്കാൻ പറ്റില്ല. അതുമല്ല,
വെള്ളത്തിൽ വെച്ച് എല്ലാം നടത്താൻ പറ്റിയ അവസരം ചേട്ടത്തി തന്നെ ഒരുക്കിക്കൊന്നു. എല്ലാം ഓർത്ത് സന്തോഷത്തോടെ ഞാൻ വരാം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇപ്പൊ വരാം എന്നു പറഞ്ഞ് അകത്തേക്ക് പോയി. ഞാൻ വേഗം എന്റെ മുറിയിൽ പോയി അകത്തുള്ളതൊക്കെ ഊരിക്കളഞ്ഞിട്ട് ഒരഴഞ്ഞ ട്രൗസർ മാത്രം ഇട്ടുവന്നു. കുറച്ചുനേരം നിന്നിട്ടും ചേട്ടത്തിയെ കാണുന്നില്ല. ഞാൻ എവിടെ പോയി എന്നറിയാൻ വേണ്ടി അകത്തേക്ക് പോകാൻ തുടങ്ങിയതും അകത്തുണ്ടായിരുന്ന ബ്രായൊക്കെ ഊരിക്കളഞ്ഞ് ഒരു ബനിയൻ മാത്രമിട്ട് ഒരു തോർത്തും ഉടുത്ത് എന്റെ മുന്നിൽ വന്നു നിൽക്കുന്നു. ഒരു നിമിഷം ഞാൻ ചേട്ടത്തിയെ അടിമുടി നോക്കി നിന്നുപോയി. അകത്തൊന്നും ഇടാത്തതുകൊണ്ട് വെള്ളത്തിൽ വെച്ച് എല്ലാം നടത്താം എന്നെനിക്ക് ഉറപ്പായിരുന്നു. ആ മുണ്ടെങ്ങാനും പഠിപ്പിക്കുന്ന സമയം ഊരിപ്പോയാൽ. ഒരു നിമിഷം ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു. ഞാനും ചേട്ടത്തിയും കൂടി കുളത്തിലേക്കിറങ്ങി. എന്റെ കയ്യിൽ ചേട്ടത്തിയെ എടുത്തു പിടിച്ച് നീന്താൻ പഠിപ്പിക്കാൻ തുടങ്ങി. വെള്ളം നനഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ എല്ലാം നന്നായി തെളിഞ്ഞു കാണാമായിരുന്നു. ഞാനതൊക്കെ കണ്ടും പിടിച്ചും ആസ്വദിച്ചു. എന്റെ ആദ്യ അനുഭവം, ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്ത അനുഭവം അതായിരുന്നു. അന്നത്തെ ദിവസം നീന്താൻ പഠിപ്പിക്കുന്ന സമയം ഞാൻ നന്നായി തന്നെ മുതലെടുത്തു. പക്ഷേ ചേട്ടത്തി അറിഞ്ഞുകൊണ്ടാണോ എന്നറിയില്ല, എല്ലാം ആസ്വദിച്ചു നിൽക്കുകയായിരുന്നു. ഏകദേശം 1 മണിക്കൂർ വെള്ളത്തിൽ ഞാനും ചേട്ടത്തിയും മാത്രം. അതൊരു സുന്ദരമായ നിമിഷമായിരുന്നു. അപ്പൊ ഇന്നത്തെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു അടിപൊളി കഥയുമായി കാണാം. എല്ലാവർക്കും ബൈ.